بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه وسلم تسليما كثيرا مزيدا إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ക്രമപ്പെടുത്തണേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സൂറത്ത് ശുആറയാണ് പഠിച്ചുകൊണ്ട് വരുന്നത്. കൂടി ഇൻഷാ അല്ലാഹ് സൂറത്ത് അവസാനിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തീർക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ സമയത്തിൻ്റെ പരിമിതി മൂലം തീർക്കാൻ നമുക്ക് സാധിച്ചില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിച്ച ഒരു കാര്യം 213 ആയത്ത് മുതലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ഫതകൂന മിനൽ മുഅസ്സബീൻ. അഷ്റഫുൽ ഖൽഖായ അള്ളാഹുവികൾ ഏറെ സ്ഥാനമുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പ്രവാചകരെ, താങ്കളാണ് എനിക്കുള്ള ആരാധനയിൽ ശിർക്ക് ചെയ്യുന്നത് എങ്കിൽ താങ്കൾക്കും ശിക്ഷ ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ശിർക്ക് ചെയ്യൂല. അങ്ങനത്തെ ഒരാളും പിടിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി തിരഞ്ഞെടുക്കൂല. അപ്പം അത് പ്രധാനമായും അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ സംസാരിക്കുന്നത് മറ്റുള്ള ജനങ്ങളോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ ഷിർക്ക് ചെയ്താൽ രക്ഷയില്ല എങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ അവസ്ഥ എത്രമാത്രമായിരിക്കും എന്ന് ഓരോ വിശ്വാസിയും ചിന്തിക്കേണ്ടതുണ്ട്. ശേഷമുള്ള ആയത്തിൽ വഅൻദിർ അശീറതകൽ അഖറബീൻ, പ്രവാചകരെ, താങ്കളുടെ ഏറ്റവും അടുപ്പക്കാരായ താങ്കളുടെ കുടുംബക്കാർക്ക് ഇസ്ലാമിനെ കുറിച്ച്, അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ച് പ്രവാചകരെ താക്കീത് നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്ത് ലഭിച്ചതിനു ശേഷം 3 വർഷം രഹസ്യമായിക്കൊണ്ടാണ് പ്രബോധനം നടത്തിയത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്താൽ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും നല്ല മനസ്സിൻ്റെ ഉടമകളായ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്ത് അവരോട് വ്യക്തിപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് കണ്ടുകൊണ്ട് അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ആദ്യത്തെ 3 വർഷത്തെ പ്രബോധനം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. 3 വർഷമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇനി പറ്റൂല, ഇനി അങ്ങനെ രഹസ്യമായി പ്രബോധനം ചെയ്യാനുള്ള സമയമല്ല, ഇനി ആളുകളോട് പബ്ലിക്കായി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ തുടങ്ങേണ്ടത് താങ്കളുടെ കുടുംബത്തിൽ നിന്നാണ്. വഅൻദിർ അശീറതകൽ അഖറബീൻ, പ്രവാചകരെ, താങ്കളോട് ഏറ്റവും അടുപ്പമുള്ള താങ്കളുടെ കുടുംബക്കാർക്ക് പ്രവാചകരെ താങ്കൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, താക്കീത് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ മഅശറ ഖുറൈശ് ഔ കലിമതൻ നഹ്വഹ, ഖുറൈശി ഗോത്രത്തെ മുഴുവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രത്തെ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിൻ്റെ താഴ്വരയിലേക്ക് വിളിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളുടെ വ്യക്തിപരമായി പേരെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. യാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അല്ലയോ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈആ, ഇവിടെ നിങ്ങൾ നന്നായിട്ടില്ല എങ്കിൽ
ഇവിടെ നിന്ന് നിങ്ങൾ നന്മകൾ ചെയ്തിട്ടില്ല എങ്കിൽ പരലോകത്തെത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യുവാൻ എനിക്ക് സാധിക്കൂല. യാ ഫാത്തിമതു ബിൻത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സലീനി മിമ്മാലി മാ ശിഅ്തി. അല്ലയോ ഫാത്തിമ, മുഹമ്മദിന്റെ മകളായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹ, സലീനി മിമ്മാലി മാ ശിഅ്തി, എന്റെ സമ്പത്തിൽ നിന്ന് നീ എന്താണോ ആഗ്രഹിക്കുന്നത് നീ ചോദിച്ചോ. ഇവിടുന്ന് എന്ത് ചോദിച്ചാലും എനിക്ക് കഴിയണമെങ്കിൽ നിനക്ക് തരാൻ എനിക്ക് കഴിയും. എന്നാൽ പരലോകത്തെത്തിയാൽ അള്ളാന്റെ മുന്നിലെത്തുമ്പോൾ എനിക്ക് അവിടുന്ന് ഒന്നും ചെയ്തു തരാൻ പറ്റൂലട്ടോ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യാ സഫിയ്യത്തു അമ്മത റസൂലില്ലാ, അല്ലയോ സഫിയ്യ റളിയല്ലാഹു അൻഹ, പ്രവാചകരുടെ അമ്മായിയായ സഫിയ്യ, അള്ളാനെ സൂക്ഷിച്ചോളി എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ 3 പേരും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, പ്രബോധന മേഖലയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ചിലരൊന്ന് പരിഗണിക്കേണ്ടി വരും. അപ്പോൾ ആ കൂട്ടത്തിനിടയ്ക്ക് ചില ആളുകളുടെ പേര് വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരിഗണനയാണല്ലോ. അപ്പോൾ ഈ 3 പേരും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്നും നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് 215 ആയത്തിൽ, വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, പ്രവാചകരെ താങ്കളിൽ വിശ്വസിച്ച ആളുകളോട്, താങ്കളെ പിൻപറ്റുന്ന മുഅ്മിനീങ്ങളായ ആളുകളോട് താങ്കൾ കരുണയോടുകൂടി വർത്തിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ പഠിച്ചിരുന്നു അല്ലേ. ഒരു അറാബിയായ ഒരു മുസ്ലിമായ ഒരു സ്വഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ മൂത്രമൊഴിച്ചു. എല്ലാ സ്വഹാബിമാരും ആ ഒരു അറാബിയെ അടിക്കാനും അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനൊക്കെ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ വിട്ടേക്കുക, അവിടെ നിങ്ങൾ ഒരു ബക്കറ്റിൽ വെള്ളം കൊടുന്ന് അവിടെ ഒഴിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നോക്കി നിങ്ങൾ, സ്വഹാബികളോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം അനുകമ്പയോട് കൂടിയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് എന്നതിന് ഉത്തമമായൊരു ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിൽക്കുമ്പോൾ കഴുത്തിലൊരു ഷാളുണ്ട്, പിന്നിലൂടെ വന്ന ഒരു അറാബിയായ മനുഷ്യൻ, അറാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പരുക്കൻ സ്വഭാവമുള്ള ആളേക്കാരം, പിന്നിൽ വന്ന ഷാളുണ്ട് വലിച്ചു, കഴുത്തിൽ നന്നായി പാട് വീണു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നന്നായി വേദനിച്ചു. അത് വലിച്ചിട്ട് ചോദിക്കണത്, എനിക്ക് തരാനുള്ളത് കാട്ട് എന്നാണ് പറയണത്, എൻ്റെ ഓഹരി ഇങ്ങോട്ട് കാട്ട് എന്നാണ് പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു അറാബിയായ ആളാണ്, ആളെ കണ്ടു, ആൾ ഈ ഒരു പ്രകൃതമുള്ള ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി. നേരെന്താ ചെയ്തത്, ആളുടെ മുഖത്ത് നോക്കി ആദ്യം ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിന് എന്താണോ അർഹതപ്പെട്ടത് അത് ഇദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കണമെന്ന് സ്വഹാബിമാരോട് നിർദ്ദേശം നൽകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചൊരു കാര്യമായിരുന്നു എന്ത്, മുഅ്മിനീങ്ങളോട് കരുണയോടുകൂടി പ്രവാചകരെ താങ്കൾ പെരുമാറണം. കാരുണ്യത്തിൻ്റെ ചിറകുകൾ പ്രവാചകരെ അവർക്ക് നീ താങ്കൾ താഴ്ത്തിക്കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. എന്നാൽ അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഫഇൻ അസൗക ഫഖുൽ ഇന്നി ബരീഉം മിമ്മ തഅമലൂൻ, പ്രവാചകരെ താങ്കളോട് അനുസരണക്കേട് കാണിക്കുന്ന ആളുകളോട്, അവരുടെ പ്രവർത്തനത്തിനോട്, അവരിൽ നിന്ന് തന്നെ താങ്കൾ എന്ത് ചെയ്യണം, ബറാഅത്ത് പ്രഖ്യാപിക്കണം. അവരുമായി ആത്മബന്ധം, ദീനിയായ ഒരു ആത്മബന്ധം ഒരിക്കലും പുലർത്താൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ചരിത്രങ്ങൾ പഠിച്ചിരുന്നു. അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിനെയാണ് യുദ്ധത്തിൽ കൊന്നത്. തൻ്റെ പിതാവിനെ എന്താ കൊല്ലാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി, ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി പുറപ്പെട്ടത് തൻ്റെ ഉപ്പയാണെങ്കിൽ പോലും ആ ഉപ്പയുമായി ബന്ധമില്ല. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ കുടുംബക്കാരനെയാണ് വധിച്ചു കളഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചരിത്രം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നീട് പറയാണ്, ഇങ്ങനെ മുഅ്മിനീങ്ങളെ പരിഗണിച്ച് കാഫിറുകളോട് ബറാഅത്ത് പ്രഖ്യാപിച്ച് പ്രവാചകരെ താങ്കൾ പ്രബോധന വീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ വതവക്കൽ അലൽ അസീസിർ റഹീം, ഒരുപാട് പരീക്ഷണങ്ങൾ പ്രവാചകരെ താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോഴൊക്കെ നിങ്ങൾക്ക് വരമേൽപ്പിക്കാനുള്ളത് പ്രവാചകരെ അല്ലാഹുവിലാണ്. വതവക്കൽ അലൽ അസീസിർ റഹീം അല്ലദീ യറാക ഹീന തഖൂം, പ്രവാചകരെ ആ അള്ളാഹുവിൻ്റെ പ്രത്യേകത എന്താണ്, താങ്കൾ ഭരമേൽപ്പിക്കേണ്ട ആ രക്ഷിതാവിൻ്റെ ക്വാളിറ്റി എന്താണ്, അല്ലദീ യറാക ഹീന തഖൂം, താങ്കൾ ഒറ്റയ്ക്ക് എണീറ്റ് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ താങ്കളുടെ ഓരോ ചലനങ്ങളും
ഉള്ളെല്ലാം അറിയുന്ന രക്ഷിതാവാണ് പ്രവാചകരെ താങ്കൾക്കുള്ളത്. വതഖല്ലുബക ഫിസ്സാജിദീൻ. ഇനി ആളുകളുടെ കൂട്ടത്തിൽ ജമാഅത്തായി പ്രവാചകരെ താങ്കൾ നമസ്കരിക്കുമ്പോൾ താങ്കളുടെ ഓരോ ചലനങ്ങളും താങ്കളുടെ രക്ഷിതാവ് അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അറിയുന്ന ആ റബ്ബിൽ പ്രവാചകരെ താങ്കൾ ഭരമേൽപ്പിക്കണം. ഇന്നഹു ഹുവസ് സമീഉൽ അലീം. കാരണം ആ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അപ്പോൾ ഇത്രയും ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ശേഷമുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മറുപടികൾ പറയാണ്. അപ്പോൾ എന്തായിരുന്നു നമ്മൾ ഈ ഒരു സൂറത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരു കാര്യങ്ങളുടെ മനസ്സിൽ വേണം. ഇപ്പോൾ ഈ സൂറത്തിൻ്റെ പേര് ശുഅറ എന്നാണ്. ശുഅറ എന്നാണ്. ശുഅറ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? കവികൾ എന്നാണ് അർത്ഥം. ഇതിന് പേര് വരാൻ ഈ സൂറത്തിന് ആ ഒരു പേര് വരാനുള്ള കാരണം ഇനിയുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കവികളെ കുറിച്ച് പറയുന്നുണ്ട്. കവികളുടെ സ്വഭാവം എന്താണ്? പ്രകൃതം എന്താണ്? അവരിൽ നല്ലവരാരാണ്, ചീത്തവരാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയുള്ള ഭാഗത്ത്, അവസാന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ സൂറത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്ന കാലഘട്ടത്തിൽ അന്നത്തെ അറേബ്യൻ ജനതയുടെ ഒരു ശൈലി എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിരുന്നു അറബി കവിത രചിക്കുക എന്നുള്ളത്. ഏത് ഗോത്രത്തിനും കവിമാരുണ്ടാകും. എന്നിട്ടോ ഏതെങ്കിലും ഒരു കവി ഒരു ഗോത്രത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് കവിത പാടിയാൽ ആ ഗോത്രത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ആ ഗോത്രം നിയമിച്ചൊരു കവി ഉണ്ടാകും. അങ്ങനെയായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ ശത്രുക്കൾ കവിത എഴുതാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ പ്രതിരോധിച്ചത് കവിത കൊണ്ടാണ്. കവിത കൊണ്ട് തന്നെ പ്രതിരോധിച്ചു. അതാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അതുപോലെ തന്നെ ഇവരിങ്ങനെ കവിത എഴുതാണ്. കവിത എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കവിത എഴുതിയാൽ അതിന് മറുപടിയായി മറ്റൊരു കവിത എഴുതാറാണ് അറബികളുടെ പതിവ്. ഖുർആൻ വന്നപ്പോൾ അതിന് മറുപടി എഴുതാൻ അവർക്ക് സാധിക്കുന്നില്ല. അറബി ഭാഷ പടുക്കന്മാരാണ്. ലോകം കണ്ടതിൽ വെച്ച് സാഹിത്യത്തിൽ പേരുകേട്ട ആളുകളാണ്. വലീദ് ഇബ്നു മുഗീറയെ പോലെയുള്ള, ലബീദ് ഇബ്നു റബീഅയെ പോലുള്ള വലിയ വലിയ ആളുകൾ. അവർക്ക് ഒരാൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവരുന്ന അള്ളാഹുവിൽ നിന്ന് വഹയ്യായിക്കൊണ്ട് ഇറങ്ങുന്ന ഖുർആനിന് തത്തുല്യമായ രൂപത്തിൽ സാഹിത്യ സമ്പുഷ്ടമായ വചനങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവർ പറയാൻ തുടങ്ങി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വഹിയാണ് എന്നാണ് പറഞ്ഞിട്ടാണല്ലോ അവതരിപ്പിക്കുന്നത്. ഇത് വഹിയൊന്നല്ല, ഇത് സാധാ കവിതയാണ്. ഇതിനു മുമ്പും ഒരുപാട് സുഹൈർ ഇബ്നു അബീ സലമയെ പോലെയുള്ള ഒരുപാട് കവികൾ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ സുഹൈർ ഇബ്നു അബീ സലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബികൾക്കിടയിൽ ഒരു ധാർമ്മികമായ ഒരു ഉണർവുണ്ടാക്കാൻ ശ്രമിച്ച ഒരു കവിയായിരുന്നു സുഹൈർ ഇബ്നു അബീ സലമയെ പോലെയുള്ള കവിമാർ. അപ്പോൾ അതുപോലെയുള്ള ഒരു കവി മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത് നോക്കി നിങ്ങൾ. ഹൽ ഉനബ്ബിഉക്കും അലാ മൻ തനസ്സലു ഷയാത്തീൻ. എന്താ ഹല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൽ ഒരു ചോദ്യത്തിനാണ്. ഉനബ്ബിഉക്കും, നബ് പറഞ്ഞാൽ എന്താ? നബ് പറഞ്ഞാൽ എന്താ? ഏത് സൂറത്തു നബ്? കുട്ടികൾ പറയല്ലേ, അമ്മ യതസാഅലൂൻ. അവസാനത്തെ ജുസുകിലെ ആദ്യത്തെ സൂറത്താണ് ഏത്? അമ്മ യതസാഅലൂൻ അല്ലേ? ആ സൂറത്തിൻ്റെ പേരാണ് സൂറത്തു നബ്. നബ് എന്ന് പറഞ്ഞാൽ എന്താ? വാർത്ത, വൃത്താന്തം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഹൽ ഉനബ്ബിഉ. നബ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്ത, നബ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്ത അറിയിക്കുക എന്നാണ്. വാർത്ത അറിയിക്കുക എന്നാണ്. ഉനബ്ബിഉ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ഞാൻ അറിയിക്കുന്നു എന്നാണ് അർത്ഥം. ഞാൻ അറിയിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അറിയിക്കും. കും, കും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയാണ് ഹൽ ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ? അലാ മൻ തനസ്സലു ഷയാത്തീൻ. അലാ മൻ, ഒരുത്തനെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത്. അവന്റെ മേലാണ് തനസ്സലു ഷയാത്തീൻ. തനസ്സല എന്ന് പറഞ്ഞാൽ എന്താ?
തനസ്സലുൽ മലായികത്തു ആയിരുന്നു. അപ്പൊ തനസ്സലു ഷയാത്തീൻ, ഷെയ്ത്താന്മാര് ഇറങ്ങുന്ന ആളുകളെ കുറിച്ച് പ്രവാചകരെ, വിശ്വാസികളെ, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയണത് എന്താ? ഇത് കവിതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കവിതയാണ്. അത് ഷെയ്ത്താൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ശരിക്ക് ആരുടെ മേലാണ് ഷെയ്ത്താന്മാരെ ഇറങ്ങുക എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അള്ളാഹ് പറയാണ്, തനസ്സലു അലാ കുല്ലി അഫാക്കിൻ അസീം. തനസ്സലു ഇറങ്ങുന്നു, അലാ കുല്ലി അഫാക്കിൻ അസീം, നന്നായി കളവ് പറയുന്ന, നന്നായി തിന്മ ചെയ്യുന്ന ആളുകളുടെ മേലാണ് ഷെയ്ത്താന്മാരിറങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പരിശോധിച്ച് നോക്കി. ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കള്ളം മുശ്രിക്കുകൾക്ക് എടുത്തു കൊടുക്കാനുണ്ടോ? എടുത്തു കൊടുക്കാനുണ്ടോ? അല്ലമീൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിരുന്നത്. വിശ്വസ്തൻ എന്നാണ് പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പൊ വിശ്വസ്തനായ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എങ്ങനെയാണ് ശൈത്താന്മാർ ഇറങ്ങുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. തനസ്സലു അലാ കുല്ലി അഫാക്കിൻ അസീം, നന്നായി കളവ് പറയുന്ന, അതുപോലെ തന്നെ നന്നായി തിന്മകൾ ചെയ്യുന്ന ആളുകളെ മേലാണ് ശൈത്താന്മാർ ഇറങ്ങുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പൊ ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വിശ്വാസിയാണോ, വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് അവൻ മാറ്റി നിർത്തേണ്ട ഏറ്റവും വലിയൊരു തിന്മയാണെന്ത്? കളവ് പറയുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കപട വിശ്വാസികൾക്ക് ഒരുപാട് അടയാളങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഇദാ ഹദ്ദസ കദിബ, സംസാരിച്ചാൽ കളവ് പറയും. പറഞ്ഞത് മിനിറ്റിന് നുണ പറയും ചിലര്. തൊള്ള തുറന്നാ നുണ പറയാം. രണ്ടാമത്തേതോ, വഇദാ വഅദ അഖ്ലഫ, കരാറ് ചെയ്താൽ ലംഘിക്കും. ഈ അവിടെ എത്തിയിട്ട് വിളിച്ചാൽ മതി, ഞാനായിട്ട് വരാമെന്ന് പറയും. അവിടെ എത്തിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കൂല. വഇദാ തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കും. ബന്ധത്തിന്റെ പേരിലേക്കാരൻ കടം കൊടുത്തിട്ടുണ്ടാവുക, പക്ഷേ പിന്നെ ഓൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല. വഇദാ തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കും. വഇദാ ഖാസമ ഫജറ, തമ്മിൽ തെറ്റിയാൽ തെറി പറയും. ഒരാളെ ശരിക്ക് സ്വഭാവം എപ്പോഴാണ് മനസ്സിലാവുക? ഒന്ന് യാത്ര ചെയ്യുമ്പോൾ. നമ്മളൊരാളെ സ്വഭാവം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ പൂർവകാലത്തെ പണ്ഡിതന്മാരൊക്കെ ഒരാളെക്കുറിച്ച് എന്തെങ്കിലും പറയണത് കണ്ടു കഴിഞ്ഞാൽ, അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ ഈ ഓൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. കാരണം ഒരു യാത്രയിൽ ഒരാൾക്ക് അയാളുടെ ഉള്ളിലുള്ള സ്വഭാവത്തെ മറച്ചു വെക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ഒരാളിലുള്ള സ്വഭാവം പുറത്തേക്ക് വരുമ്പോൾ, ഒന്ന് യാത്ര ചെയ്യുമ്പോൾ, രണ്ട് തമ്മിൽ തെറ്റിയാൽ അവൻ്റെ തനി സ്വഭാവം പുറത്തേക്ക് എടുക്കും. അപ്പോൾ മുനാഫിഖീങ്ങളുടെ സ്വഭാവമായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയത് എന്ത്? കളവ് എന്നുള്ളത്. ഈ കളവിൽ തന്നെ ഗൗരവകരമായ 3 കളവുകളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതാണ് 3 കളവുകൾ. ഒന്ന്, അള്ളാന്റെ പേരിൽ കളവ് പറയാം. അപ്പം നമ്മൾ പല ആളുകളും സാധാരണ നിലയ്ക്ക് ഓല് തമ്മിലുള്ള മനുഷ്യരുമായുള്ള ഇടപാടുകളിൽ നമ്മൾ കളവ് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന്മാർ തമ്മിലുള്ള ഇടപാടുകളിൽ സംഭവിക്കുന്ന കളവുകളാണ് നമ്മളെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക. എന്നാൽ അതിനേക്കാൾ ഗൗരവകരമായ 3 കളവുകളുണ്ട്. ഒന്നാമത്തെ കളവ് അള്ളാന്റെ പേരിൽ കളവ് പറയലാണ്. ഇപ്പൊ ക്രിസ്മസ് ആഘോഷിച്ചു അല്ലേ? ക്രിസ്മസിന്റെ അടിസ്ഥാനം എന്താ? അടിസ്ഥാനം തന്നെ ഒരു വിശ്വാസിക്ക് അനുകൂലിക്കാൻ പറ്റാത്ത വിശ്വാസത്തിന്റെ മേലാണ് ക്രിസ്മസ് ഉള്ളത്. അള്ളാഹുവിൻ്റെ പുത്രനായി ക്രിസ്ത്യാനികൾ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ പറയുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച ദിവസം. അതൊരു വിശ്വാസിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടുണ്ടോ? ഒരിക്കലുമില്ല. അത് അള്ളാഹിന്റെ പേരിലുള്ള കളവാണ്. അല്ലാഹു വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ,
കുട്ടിയെ സ്വീകരിക്കുക എന്നത് റഹ്മാനായ റബ്ബിന് യോജിച്ചതല്ല എന്ന് സൂറത്ത് മറിയമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായ രൂപത്തിൽ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തത് അള്ളാന്റെ പേരിലുള്ള കളവാണ്. രണ്ടാമത്തത് ദീനിന്റെ പേരിലുള്ള കളവാണ്. എന്താ ദീനിന്റെ പേരിലുള്ള കളവ് പറഞ്ഞു കഴിഞ്ഞാൽ, ദീനിന്റെ വിഷയത്തിൽ ഒന്നില്ലാത്ത കാര്യങ്ങൾ പറയാം. അറിവില്ലാത്തത് സംസാരിക്കൽ ദീനിന്റെ പേരിലുള്ള കളവാകും. ഇന്നിപ്പോ പിന്നെ ചാറ്റ് ജിപിടിയും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളൊക്കെ ഉള്ള കാലാണ്. എന്തെങ്കിലും ഒരു സംശയം നമ്മളെ മനസ്സിലുണ്ടായി നമ്മളെന്താ ചെയ്യുക? നേരെ ഡയലാണ്ട് അടിക്കും. എന്നിട്ട് വരുന്ന ആ AI കൊണ്ടുവരുന്ന ഫസ്റ്റ് റിസൾട്ടാണ് വായിക്കും. എന്നിട്ട് പറയും അത് പറ്റും. വളരെ ഗൗരവപരമായി നമ്മൾ മനസ്സിലാക്കണം. പണ്ട് കാലത്തെ സ്വഹാബിമാരുടെ ചരിത്രമൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് അവർ ദീനിന്റെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു വിഭാഗം സ്വഹാബിമാർ യാത്ര ചെയ്തു. യാത്ര ചെയ്തപ്പോൾ അവരിൽപ്പെട്ട ഒരാളുടെ തലയിൽ മുറിവ് പറ്റി, കല്ലുകൊണ്ട് മുറിവ് പറ്റി. അദ്ദേഹം ഉറങ്ങി, ഉറക്കത്തിൽ ഇഹ്തിലാം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നസ്ഖലനം ഉണ്ടായി. കുളി നിർബന്ധമാണ്. കൊടും തണുപ്പാണ്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ തലയിൽ മുറിവായിട്ടുണ്ട്. സ്വപ്നസ്ഖലനം സംഭവിച്ചു. കുളി നിർബന്ധമാണ്. നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ കുളിക്കണം. കൂടെയുള്ള സ്വഹാബിമാരോട് ചോദിച്ചു, എനിക്ക് വല്ല ഇളവുണ്ടാകുമോ? എനിക്ക് തലമ്മ മുറിയുണ്ട്, ഞാൻ തയമ്മും ചെയ്താൽ മതിയാവോ എന്ന് ചോദിച്ചു. ഓല് പറഞ്ഞു, തയമ്മും ചെയ്താൽ പോരാ. സ്ഖലനമുണ്ടായാൽ കുളി നിർബന്ധമാണ്. ആ സ്വഹാബി കുളിച്ചപ്പോ ഈ തലയിലെ മുറിവിൽ വെള്ളമൊക്കെ ആക്കിയിട്ടാണ് കുളിച്ചത്. ആ സ്വഹാബി അങ്ങനെ മരണപ്പെട്ടു. ഈ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു പറഞ്ഞു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അറിയോ? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഖതലൂഹു, അവരെല്ലാവരും കൂടി ആ മനുഷ്യനെ കൊന്നു കളഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിവില്ല എങ്കിൽ അതിന്റെ പരിഹാരം അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കലാണ്. അറിവില്ലാത്ത വിഷയത്തിൽ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ ഫത്വ പറയാൻ പാടില്ല. ആ ആളുകൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാപപ്രാർത്ഥന വരെ നടത്തിയെന്നാണ്. അപ്പോൾ നോക്കി നിങ്ങൾ, ദീനിന്റെ വിഷയത്തിൽ എത്രമാത്രം ഗൗരവത്തോടു കൂടി ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ചരിത്രത്തിലൂടെ പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഈ ഒരു 2-3 ദിവസം മുമ്പ് വൈറലായൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ മക്കത്ത് ഒരു മൗലവി നടത്തിയൊരു സംസാരം. 4 നബിമാരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. 2 ആൾക്കാർ ഭൂമിയിലും 2 ആൾക്കാർ ആകാശത്തും. ഈസാ നബിയും ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ആകാശത്ത്, ഇല്യാസ് നബിയും ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയും ഭൂമിയിൽ. ഇല്യാസ് നബിയും ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയും എല്ലാ വർഷവും ഹജ്ജിന് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ട അടിച്ചു കൊടുക്കും. എന്നിട്ട് ഓല് തിരിച്ചു പോകും. പിറ്റത്തെ കൊല്ലം വരും. വർഷങ്ങളായി അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് നോക്കി, ഇതെവിടുന്നാണ് ഇതിൻ്റെ സോഴ്സ് കിട്ടണ്ടേ? അപ്പോൾ ഇമാം ഹാക്കിം തൻ്റെ മുസ്തദറക്കിൽ ഉദ്ധരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇമാം ഹാക്കിമിൻ്റെ അൽ മുസ്തദറക്ക് എന്ന് പറയുന്ന ഗ്രന്ഥം, അതിലൊരുപാട് ഹദീസ്, മൗദൂആയ 100 കണക്കിന് ഹദീസുകൾ പോലും, മൗദൂആയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചുണ്ടാക്കിയ ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് പറഞ്ഞ ഹദീസുകൾ അതിൽ ഉൾപ്പെട്ടു പോയിട്ടുണ്ട്. ഇമാം ഹാക്കിമിൻ്റെ മുസ്തദറക്കിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഹദീസുകൾ ശേഖരിച്ചു, പക്ഷെ അത് റിവ്യൂ ചെയ്യണതിൻ്റെ മുന്നേ അദ്ദേഹം വഫാത്തായിപ്പോയി. ഇമാം ഹാക്കിമിനെ കുറിച്ച് അദ്ദേഹം മുത്തസാഹിലാണ് എന്നാണ് പറയാറുള്ളത്. കുറച്ച് തസാഹുൽ അദ്ദേഹത്തിന് മുസ്തദറക്കിൻ്റെ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ മൗദൂആയ ഹദീസാണ് അവർ ഇതിനു വേണ്ടി ഉയർത്തി കാട്ടുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം ചെന്ന് പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ സോഴ്സ് ചെന്നെത്തുന്നത് ഷിയാക്കളിലാണ്. ഷിയാക്കൾക്ക് ഇതേ വിശ്വാസമുണ്ട്. ഈ 4 നബിമാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന, ഇന്നും ഷിയാക്കളുടെ സൈറ്റിൽ, ഞാനിപ്പോൾ കുറച്ച് മുമ്പ് അതും കൂടി നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. ഷിയാക്കളുടെ തനതായ വിശ്വാസമാണ് സൂഫികൾ ഏറ്റെടുത്തത്. അതാണ് ഉമ്മത്തിന് അവർ ദീനിൻ്റെ വിഷയത്തിൽ
പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദീനിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ ദീനിന്റെ പേരിലുള്ള കളവാണ്. ഇസ്ലാം വളരെ ഗൗരവത്തിൽ വിലക്കിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പലരും നമ്മളൊക്കെ ദീന് പഠിച്ച ആളുകൾ എന്നുള്ളത് നമ്മളോട് എന്തെങ്കിലും സംശയം ചോദിക്കും. സംശയം ചോദിക്കുമ്പോൾ ഇജ്ജ് പിന്നെ എന്താ ഇപ്പോൾ 10 കൊല്ലം പഠിച്ചത്? പലരും അങ്ങനെ ചോദിക്കുക. എന്താ ഇപ്പോൾ ഇതുവരെ ഇപ്പോൾ ഓതിയേ? എന്നോട് ചോദിച്ചിട്ട് എന്താ അറിയാത്തത് എന്നാണ് ആളുകൾ ചോദിക്കുക. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇമാമു ദാരിൽ ഹിജറ എന്നറിയപ്പെട്ട പണ്ഡിതനാണ്. മദീനയുടെ ഇമാമ് എന്നറിയപ്പെട്ട പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരു നാട്ടിൽ നിന്ന് ആളുകളൊക്കെ പാടെ ഒരാളെ പറഞ്ഞയക്കാണ്. ആ നാട്ടുകാർക്കുള്ള സംശയങ്ങളൊക്കെ ഇരിക്കണം. എന്നിട്ട് വന്നിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ആ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചു. സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ 80% ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയില്ല. മറുപടി എന്താ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താ ചെയ്യുക? നാട്ടുകാരൊക്കെ കൂടി എന്നെ പറഞ്ഞയച്ചിട്ട് ഞാൻ എന്താ അവരോട് ചെന്ന് പറഞ്ഞു കൊടുക്കുക? അപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഓലോട് ചെന്ന് പറഞ്ഞു കൊടുക്ക്, ഇമാം മാലിക് എനിക്കറിയില്ല എന്ന് പറഞ്ഞു എന്ന് ഓരോട് ചെന്ന് പറഞ്ഞു കൊടുക്കുക. അദ്ദേഹത്തെ പോലെയുള്ള പടുക്കന്മാരായ പണ്ഡിതന്മാർ ദീനിന്റെ വിഷയത്തിൽ സംസാരിക്കുന്നത്, അറിവില്ലാതെ സംസാരിക്കുന്നത് ഭയപ്പെട്ടിരുന്നു എന്നാണ്. പല പണ്ഡിതന്മാരും മരിക്കണ സമയത്ത് കരയാണ്. എന്തിനാണ് കരയുന്നത്? ചെയ്ത തിന്മയുടെ പേരിലാണോ? അല്ല, ഒരുപാട് ഫത്വകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആളുകൾ ദീനാണെന്ന് വിചാരിച്ചത് ചെയ്യും. അതിലെനിക്കെന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് പണ്ഡിതന്മാർ കരയാണ്. ഇപ്പം നമ്മളിടയിൽ തന്നെ നോക്കി, നമ്മളിടയിൽ തന്നെ തലമുതിർന്ന പണ്ഡിതന്മാരുണ്ട്. അവരോട് ചിലപ്പോൾ പല സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉസ്താദുമാർ അപ്പം പറയില്ല, ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറയാം. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ നമുക്ക് ആ സൂക്ഷ്മത ഉണ്ടോ? നമ്മളെന്താ ചെയ്യുക? നമ്മൾ ദീന് പഠിക്കുന്ന ആളുകളാണ്. ഞാനും നിങ്ങളൊക്കെ ദീന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾക്ക് അറിയില്ല എന്ന് പറയാൻ ഭയങ്കര മടിയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇതാക്കിയിട്ട് എനിക്ക് തോന്നണത് അങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു ഒപ്പിച്ചൊരു പറയലാണ്. ദീനിന്റെ വിഷയത്തിൽ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല എന്ന് പറയുന്ന വലിയ താബിഈ പണ്ഡിതനുണ്ട്. അദ്ദേഹം 120ഓളം സ്വഹാബിമാരെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, 120ഓളം സ്വഹാബിമാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ആളുകൾ അവരോട് വന്ന് സംശയം ചോദിക്കും. സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ആള് എന്നോട് ചോദിക്കണ്ട, അടുത്ത ആളോട് ചോദിക്കുക അറിയും. അടുത്ത ആള് എന്നോട് ചോദിക്കണം, മറ്റാളോട് ചോദിക്കുക അറിയും. അങ്ങനെ അങ്ങനെ അത് പോയി കറങ്ങി തിരിഞ്ഞ് ആദ്യം ചോദിച്ച ആളുടെ അടുത്ത് തന്നെ എത്തും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിന്റെ വിഷയത്തിൽ അവർ സംസാരിക്കുന്നതിൽ എത്രമാത്രം സൂക്ഷ്മത അവരുടെ ജീവിതത്തിൽ കാണിച്ചിരുന്നു എന്നതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ നോക്കി നിങ്ങൾ, കളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഗൗരവകരമായ കളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് അള്ളാഹിന്റെ പേരിൽ കളവ് പറയലാണ്. രണ്ടാമത്തെ ദീനിന്റെ പേരിൽ ഇല്ലാത്തത് പറയലാണ്. അറിവില്ലാതെ സംസാരിക്കുന്നത് ദീനിന്റെ പേരിലുള്ള കളവായി മാറാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എൻ്റെ പേരിൽ അറിഞ്ഞുകൊണ്ട് കളവ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹദീസ് നമ്മൾ കേട്ടു, അത് ദഈഫാണെന്ന് നമ്മൾ മനസ്സിലാക്കി, പിന്നെയും ആ ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ദഈഫാണെന്നൊന്നും പറയാതെ ആ ഹദീസ് ഇങ്ങനെ ക്ലാസ് എടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, ഓനോൻ്റെ നരകത്തിലെ സീറ്റ് ഉറപ്പിച്ചൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ കളവുകളുടെ വിഷയത്തിൽ ഈ 3 കളവിനെ നന്നായി സൂക്ഷിക്കണമെന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ശുആറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരിലാണ് ശൈത്താന്മാർ ഇറങ്ങുക എന്ന് പഠിപ്പിക്കുകയാണ്. തനസ്സലു അലാ കുല്ലി അഫ്വാക്കിൻ അസീം, നന്നായി കളവ് പറയുന്ന, നന്നായി തോന്നിവാസം ചെയ്യുന്ന ആളുകളിലേക്കാണ് ശൈത്താൻ ഇറങ്ങുക. ശേഷമുള്ള ആയത്തിൽ അല്ലാഹു പറയാണ്, യുൽഖൂന അസ്സംഅ വ അക്സറുഹും കാദിബൂൻ. ഇതുവരെ അടുത്ത ആയത്തൊന്ന് ആരാവുക? അപ്പോൾ ഓർക്കൊന്ന് മാറ്റി പിടിക്ക് ഒരാളെ. നിമിഷമൊക്കെ ഒന്ന് നോക്കിയാലോ, ആരോ
221 ഒറ്റ ആയത്ത് ഓതിയാൽ മതി. ഓരോരുത്തരും ഓരോ ആയത്ത് ഓതിക്കോളി. 221. അയ്യോ, അടുത്ത ആള് ഓതിക്കോ. അയ്യോ, ഇനി അടുത്ത ആയത്ത് നോക്കി. യുൽഖൂന സമഅ വഅക്സറുഹും കാദിബൂൻ. നമ്മൾ പറഞ്ഞിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലേക്ക് വഹി കൊടുക്കും. ആ വഹി മലക്കുകൾ തമ്മിൽ സംസാരിക്കും. ആ സംസാരിക്കുന്നത് കട്ട് കേൾക്കാൻ ശൈത്താന്മാർ, ജിന്നുകൾ എന്ത് ചെയ്യും? ഒരാളുടെ മേൽ ഇങ്ങനെ കയറി 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 ആകാശത്തെത്തും. ആകാശത്തെത്തിയിട്ട് എന്താണോ മലക്കുകൾ പറയുന്നത്, വഹിയായിക്കൊണ്ട് പറയുന്നത്, അള്ളാഹ് പറഞ്ഞത് എന്താണോ അത് അവർ കട്ട് കേൾക്കും. ആ കട്ട് കേൾക്കുന്നത് മുകളിലത്തെ ആള് അടിയത്തെ ആൾക്ക് പാസ് ചെയ്യും. പാസ് ചെയ്ത് ഷെയ്ത്താൻ എന്ത് ചെയ്യും? സാഹിര്യങ്ങളുടെ, ജ്യോത്സ്യന്മാരുടെ ചെവിയിൽ വന്നത് കുറുകി കൊടുക്കും. ഈ ഹദീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യുൽഖൂന സമഅ. ഈ ശൈത്താന്മാർ അവരുടെ കേൾവിയെ ഇട്ടുകൊടുക്കുന്നു, അഥവാ കട്ട് കേൾക്കുന്നു. വഅക്സറുഹും കാദിബൂൻ. അവരിൽ അധികം ആളുകളും കളവ് പറയുന്നവരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വഹി കട്ട് കേൾക്കുമ്പോൾ കേട്ടതൊന്നേകാരം, അതിന്റെ കൂടെ എന്ത് ചെയ്യും? 99 കൂട്ടി കൊടുത്തിട്ടാണ് ഇത് ജ്യോത്സ്യന്മാരുടെ ചവിട്ടിൽ എത്തിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ വന്നിട്ട് ചോദിക്കാണ്, റസൂലേ, എന്താണ് ഈ ജ്യോത്സ്യന്മാരുടെ അവസ്ഥ? ഒരു ഭയങ്കര സംഭവമാണല്ലോ, ഒരു പറയുന്ന കാര്യങ്ങളും പലതും നടക്കാറുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസു ബിഷൈ, ഒന്നുമല്ല. സ്വഹാബാക്കൾ ചോദിച്ചു, അവർ പറയുന്ന പല കാര്യങ്ങളും നടന്നതായി പ്രവാചകരെ ഞങ്ങൾ കാണുന്നു, അത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിൽക്കൽ കലിമതു മിനൽ ഹഖി യഖ്തഫുഹൽ ജിന്നിയു ഫയഖുറുഹാ ഫീ ഉദ്നി വലിയിഹി ഖറദ് ദജാജ. കോഴി കുറുകി കൊടുക്കുന്നത് പോലെ ഷെയ്ത്താൻ മലക്കുകൾ സംസാരിക്കുന്നത് കട്ടുകേട്ട് അത് ഈ കാഹിനുകൾക്ക് ചെവിയിൽ വന്ന് കുറുകി കൊടുക്കുന്നതാണ്. അപ്പോൾ കേട്ടൊരു കാര്യം ഉണ്ടാവുമല്ലോ, ആ ഒരു കാര്യം, സത്യമായ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇപ്പോൾ കൈനോട്ടക്കാർ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾ, ചിലപ്പോൾ അവർ പറയുന്നത് ചിലപ്പോൾ ശരിയായി എന്ന് വരും. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം അതിൻ്റെ ഒപ്പം വേറെ ഒരുപാട് കാര്യങ്ങൾ പറയണം, അതൊന്നും നടന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ശരിയായതിലേക്ക് മാത്രമേ ആളുകൾ നോക്കുള്ളൂ. ഒരു 10-20 കാര്യം പറഞ്ഞിട്ടുണ്ട് വിചാരിച്ചോളി, 20 കാര്യം പറഞ്ഞാൽ 19 കളവേകാരം. ഒന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും, അയാളെന്ന് അങ്ങനെ പറഞ്ഞത് അത് ശരിയായത് കണ്ടില്ലേ എന്ന് പറയും. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ അത അറാഫൻ, ആരെങ്കിലും അങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്ക് പോയി, ഭാവി പ്രവചിക്കുന്ന ആളുകളുടെ അടുത്ത് പോയി ഭാവി നോക്കിയാൽ അവൻ്റെ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂലാന്ന്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ രൂപത്തിൽ അത്തരം ആളുകളിൽ നിന്ന് രക്ഷ ചോദിക്കുവാനും അവരിൽ നിന്ന് വിട്ടുനിൽക്കുവാനും കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ്, ഈ കാഹിനുകൾക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്? ശൈത്താന്മാർ അവർ വഹി കട്ടുകേട്ട് അതിൽ നിന്നുള്ള കാര്യങ്ങൾ കോഴി കുറുകുന്നത് പോലെ അവരുടെ ചെവിട്ടിൽ വന്ന് കുറുകി കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ശൈത്താന്മാർ ഇറങ്ങുന്നത് കള്ളന്മാരുടെ മേത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് യോജിച്ച ആളല്ല. ശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ. കവികൾ, അവരെ പിൻപറ്റുന്ന ആളുകൾ സന്മാർഗമില്ലാത്തവരേക്കാരം, ദുർമാർഗികളായ ആളുകളാണ് കവികളെ പിൻപറ്റുക. കവികളെ പിൻപറ്റുന്നത് ദുർമാർഗികളാണ് എങ്കിൽ കവികൾ ആരേക്കാരം? ഓലേക്കാരം ഏറ്റവും പഴച്ച ആളുകൾ എന്നൊക്കെ ഈ ഒരു ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ആയത്തിനെ കൊണ്ടാണ് ഈ ഒരു സൂറത്തിന് അശ്വറ എന്ന പേര് വരാൻ കാരണം. ഈ ഒരു സൂറത്തിന് എന്തുകൊണ്ട് ഷുഅറ എന്ന പേര് വന്നത്? ഈ ഒരു സൂറത്തിൽ, ഈ ഒരു ആയത്തിൽ അശ്വറ എന്ന വാചകം, കെലിമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. വശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ. കവികൾ, അവരെ പിൻപറ്റുന്നത് ദുർമാർഗികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇനി മോശപ്പെട്ട കവികൾക്ക് 2 പ്രശ്നങ്ങളുണ്ട്, 2 കുഴപ്പങ്ങൾ ഉണ്ടാകും.
അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ആയത്തിൽ പറയുന്നത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ. ഈ മോശപ്പെട്ട കവികൾ, അലം തറ പ്രവാചകരെ താങ്കൾ കാണുന്നില്ലേ? അന്നഹും തീർച്ചയായും കവികൾ, ഫീ കുല്ലി വാദിൻ, വാദി എന്ന് പറഞ്ഞാൽ എന്താ? താഴ്വര. അന്നഹും തീർച്ചയായും അവർ, ഫീ കുല്ലി വാദിൻ എല്ലാ താഴ്വരകളിലും, യഹീമൂൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാണ്. ഓലങ്ങനെയാണല്ലോ, ഓൽക്ക് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കണം, കാട്ടിൽ പോയിരിക്കണം, ഒരു 4 റൗണ്ട് നടക്കണം. അപ്പോഴൊക്കെയാണ് സാധനങ്ങൾ ഇങ്ങനെ വരുള്ളൂ. ഒന്നും വരുന്നില്ല പറഞ്ഞിട്ട് ഇതൊക്കെ ഓല് ചെയ്യും. അപ്പോഴാണ് ഓലെ മൈൻഡിലേക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ വരിക. അതാണ് പിന്നെ അവർ കവിതയായിട്ട് എഴുതാറുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഓല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓല് ഇങ്ങനെ ഒരു കഥ ഇല്ലാതെ ഇങ്ങനെ ഓരോ താഴ്വരയിലും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാണ്. കവികളുടെ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ. ഓലിങ്ങനെ പറയും, പക്ഷെ അതൊന്നും ചെയ്യൂല. അവനവനു വേണ്ടിയല്ലാതെ അപരനു ചുടുരക്ത മൂറ്റിക്കൊടുത്തവൻ രക്തസാക്ഷി എന്നൊക്കെ പാട്ട് പാടും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓനേക്കാരം ആദ്യം പായുക. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവൂല. മോശപ്പെട്ട കവികളുടെ 2 പ്രശ്നങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഒന്നാമത്തേത്, അവരിങ്ങനെ താഴ്വരകളിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞടക്കും. രണ്ടാമത്തേതോ, അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണോ? അല്ല. എന്നാൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കവിയാണെന്ന് പറയരുത്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ മോശമായ കവികളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ മാറ്റി നിർത്തപ്പെട്ടവരാണ്. എല്ലാ കവികളും മോശമുള്ള ആളുകളാണോ? അല്ല. ഷായിറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്നറിയപ്പെട്ട ഒരാൾ തന്നെ ഉണ്ടായിരുന്നു, ഒരു സഹാബിയൻ ഉണ്ടായിരുന്നു, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അപ്പോൾ ചില കവികൾ അതിൽ പെടൂല, ദുർമാർഗികളിൽ പെടൂല. അതാരാണ്? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ, വദക്കറുല്ലാഹ കതീറ, അല്ലാഹുവെ ഏറ്റവും നന്നായി കൂടുതൽ ധാരാളം സ്മരിക്കുകയും ചെയ്ത ആളുകൾ. എന്ന് പറഞ്ഞാൽ എന്താ? കവിതയേക്കാൾ അവർ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക ദീനിനായിരിക്കും. ചിലരുണ്ടല്ലോ, തൊള്ള തുറന്ന പാട്ടേ വരുള്ളൂ, ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. എന്നാൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ചില കവികൾ, പ്രോത്സാഹിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റല്ല എന്ന് പറഞ്ഞ കവികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ കവിതകൾക്കുമേൽ ഖുർആനിന് സ്ഥാനം കൊടുക്കുന്നവരായിരിക്കും. അപ്പോൾ ഒന്ന്, അവർ വിശ്വസിച്ചവരായിരിക്കും. വഅമിലുസ് സ്വാലിഹാത്ത്, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കും. വദക്കറുല്ലാഹ കസീറ, അല്ലാഹുവെ ധാരാളം ഓർക്കുന്നവരായിരിക്കും. വൻതസറു മിൻ ബഅദി മാ ദുലിമു, വൻതസറു അവർ വിജയിക്കും, മിൻ ബഅദി മാ ദുലിമു അവർ ആക്രമിക്കപ്പെട്ടതിനു ശേഷം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ കവിത പാടുക ചെയ്യുക. അപ്പം എന്തുകൊണ്ടാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പാട്ട് പാടിയപ്പോൾ കവിത പാടാൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൊണ്ട് പ്രതികരിച്ച പോലെ. മനസ്സിലായോ? അപ്പൊ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരൊരു കവിത പാടിയപ്പോൾ അതിന് തിരിച്ചെന്ത് ചെയ്യണം? നിങ്ങൾ കവിത പാടണം. എന്തുകൊണ്ടാണ് കവിതനോട് പ്രതിരോധിക്കാൻ പറഞ്ഞത്? അതിനൊരു കാരണം ഉണ്ടാവില്ലേ? ഖുർആനും അങ്ങനെ തന്നെയല്ലേ? പണ്ട് കാലത്തെ ആളുകൾ ഒരാളൊരു കവിത പാടിയാൽ പിന്നെ ഓലെ നാവുമ്മ കവിതയ്ക്കാരം. അത് ഈ ചന്തയിലൊക്കെ വന്നിട്ടാണ് ഇവര് പാടുക, കവിത അവതരിപ്പിക്കുക ചന്തയിലൊക്കെ വന്നിട്ടാണ്. അപ്പോൾ ഇവരിതിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ നാവിൽ ഫുള്ള് ദൈകാരം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു കവിത ഒരാൾ പാടിയാൽ ആ കവിത ആളുകളുടെ നാവിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനെ പ്രതിരോധിക്കാൻ ഒറ്റ മാർഗമുള്ളൂ, ആ കവിതയേക്കാൾ ഉഷാറായ ഒരു കവിത വേറെ പാടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കവിതയായിരിക്കും ആളുകളുടെ നാവിൽ അധികമായി വരിക. പണ്ഡിതന്മാർ പറയാണ്,
എന്തുകൊണ്ടാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കവിത കൊണ്ട് പ്രതിരോധിക്കാൻ പറഞ്ഞത്? കവിതയ്ക്ക് പരിഹാരമായി ചില ഘട്ടങ്ങളിൽ കവിതയാണ് ഉണ്ടാവുക. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വന്തസറു മിൻ ബഅദി മാ ദുലിമു. അവര് ആക്രമിക്കപ്പെട്ടതിനു ശേഷം സ്വയം പ്രതിരോധത്തിന് വേണ്ടി കവിത പാടുന്ന ആളുകൾ. ഇതൊന്നും പ്രശ്നമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ നല്ല കവികൾക്ക് 4 അടയാളങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, വിശ്വസിച്ചവരായിരിക്കും. ഈമാൻ വിട്ടുള്ളൊരു കളി ഉണ്ടാവില്ല. രണ്ടാമത്തേത്, നന്മകൾ ജീവിതത്തിൽ ചെയ്യുന്നവരായിരിക്കും. മൂന്നാമത്തേത്, കവിതയേക്കാൾ വദക്കറുല്ലാഹ കസീറൻ, അവർ അള്ളാഹുവെ ഓർക്കുന്നവരായിരിക്കും, ഖുർആനിന് പ്രാമുഖ്യം കൊടുക്കുന്നവരായിരിക്കും. നാലാമത്തേത്, വന്തസറു മിൻ ബഅദി മാ ദുലിമു, അവർ ഒരാൾക്കെതിരെ പാടുന്നു എങ്കിൽ അവരിങ്ങോട്ട് ആദ്യം ആക്രമിക്കപ്പെട്ടതിനു ശേഷം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയായിരിക്കും അവർ കവിത പാടുക. ശേഷം അള്ളാഹു പറയാണ് വസയഅലമുല്ലദീന ളലമു അയ്യ മുൻഖലബിൻ യൻഖലിബൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ആക്രമിക്കുന്ന ആളുകൾ ഒരു നാൾ അറിയും, വഴിയെ അറിയും, എന്തായിരിക്കും അവരുടെ പര്യവസാനം, എന്തിലേക്കാണ് അവർ മടക്കപ്പെടുക എന്ന് ഒരു വഴിയേ അറിയുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇതോടുകൂടി സൂറത്ത് ഷുആറ അവസാനിച്ചു. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ആദ് സമുദായം എങ്ങനെ നശിപ്പിക്കപ്പെട്ടത്? കൊടുങ്കാറ്റ്, ദബൂർ എന്നാണ് അതിന്റെ ആ കാറ്റിനെ വിളിച്ചത്. വന്ധ്യയായ കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നന്മയും കൊണ്ടുവരാത്ത കാറ്റ്. അതെ, ഓക്കെ. പിന്നെ നമ്മൾ ഇതിൽ പഠിച്ച ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഇതുപോലെയുള്ള ഖുർആനിക സദസ്സിൽ പങ്കെടുക്കുവാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ ഒരു സൂറത്ത് മുഴുവനായി പഠിച്ചു. അതും 200 ചില്ലറ ആയത്തുകളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തത് ചെറിയൊരു കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരു കർമ്മമാക്കി മാറ്റുമാറാകട്ടെ. ഖുർആൻ നമുക്ക് പരലോകത്ത് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.